ഹായ് ഫ്രണ്ട്സ്, ടെറൻ റൂട്ട്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ലിജിൻ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം വ്യൂ ഏകദേശം ഒന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. ലിജിനെ, അപ്പോൾ ഈ സ്ഥലത്തെ പ്രത്യേകത ഒന്ന് പറഞ്ഞുകൂടി. ഈ സ്ഥലത്തിൻ്റെ ഈ കാണുന്ന മലയുടെ പേരാണ് പാൽക്കുളമേട്. അതായത് കാണുന്ന ആ ഏരിയയിലൂടെ ഭയങ്കര വർഷകാലത്ത് നല്ല പാല് പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. അങ്ങനെയാണോ ആ പേര് വീണത്? അങ്ങനെ ഒരൊറ്റ പേര് കൊണ്ടാണ് ഇതിന് പാൽക്കുളമേട് എന്ന് പേര് വന്നത്. പലരും അതിശയിച്ചു പോകുന്നൊരു കേസാണ്. കാരണം അത്രയും വലിയ മലയുടെ മണ്ടയിൽ നിന്ന് എങ്ങനെ വെള്ളം വരുന്നുള്ളത്. ശരിയാ, നമ്മൾ അതിശയിച്ചു പോകും. അതായത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം ചെറുതായിട്ട് അതായത് വെള്ളം വറ്റി വരുന്നതിൻ്റെ വറ്റി വരുന്നുണ്ട്. അതാണ് എത്രത്തോളം ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ആ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, വെള്ളം ചെറുതായിട്ട് നൂല് പോലെ വരുന്നുണ്ട്. വെള്ളം വീഴുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ചെറുതായിട്ട്. നമുക്കറിയാൻ പറ്റും. ഡയറക്റ്റായിട്ട് ഇവിടെ നോക്കിയാലേ അറിയാൻ പറ്റും. ക്യാമറ കൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതെ, ഫുള്ള് കവർ ചെയ്ത് നിർത്തില്ല. ഇവിടെ സാധാരണ ട്രക്കിംഗ് ആയിട്ടുണ്ടല്ലേ? ട്രക്കിംഗ് ആയിട്ടുണ്ട്. ജീപ്പ് നമ്മൾ അതായത് 23 കിലോമീറ്ററോളം ഏകദേശം അതിൻ്റെ മേളിലേക്ക് യാത്രയുണ്ട് ട്രക്കിങ്ങിന്. പോകുന്ന വഴിയിൽ ആന, അങ്ങനെയുള്ള മൃഗങ്ങൾ, വന്യമൃഗങ്ങളെല്ലാം കാണാനുള്ള ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ഇതിനകത്ത് നോക്കി തന്നെ നമുക്ക് തന്നെ ലിജിൻ പറഞ്ഞ ആന ഉണ്ടാവും. വല്ലപ്പോഴൊക്കെ ഇവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ ആന നിൽക്കുന്നത് അറിയാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്, പക്ഷെ അറിയാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ മേളി വന്ന് നിൽക്കുന്ന എല്ലാം അറിയാൻ പറ്റും. ഉണ്ടാവും. ഇന്ന് നമ്മൾ എവിടെ കവർ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുമോ? അടുത്തേക്ക് പോകണമെങ്കിൽ നല്ല ദൂരമാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, ഭയങ്കര നല്ല ദൂരമാണ്. ഈ ഒരു ഇറക്കം കഴിഞ്ഞ് പിന്നെ കിലോമീറ്റർ മേളിലേക്ക് കയറ്റോ. നമ്മൾ ഏകദേശം രാവിലെ ഒരു 6 മണി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ്, ചോറ്, വെള്ളം, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് വെള്ളം. ഒരു 3-5 ലിറ്റർ വെള്ളമായിട്ടെങ്കിലും പോകണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറുമ്പോഴേക്കും ഏകദേശം ഒരു മണിയൊക്കെ ആവും. രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് 12 മണി 1 മണി എന്തായാലും ആവും കയറിച്ചല്ല. പിന്നെ അവിടെ കഴിഞ്ഞ് നമ്മൾ ചെന്ന് ഏറ്റവും നല്ലത് പൊതിച്ചോറുമായിട്ട്, അതായത് ഇലയിൽ പ്ലാസ്റ്റിക്കുകൾ നിരോധിച്ചേക്കുന്ന ഏരിയ കേട്ടോ. പ്ലാസ്റ്റിക് ഫുള്ളായിട്ട് നിരോധിച്ചേക്കുന്നതിന് ആര് വന്നാലും പ്ലാസ്റ്റിക് കൊണ്ട് വരരുത്. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അതേപോലെ എടുത്ത് കവർ വെച്ച് തിരിച്ച് കൊണ്ടുവരിക. പ്ലാസ്റ്റിക് എങ്ങും എറിയാൻ പാടില്ല. ഇവിടെയൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഒരു പ്ലാസ്റ്റിക്കിന് ഒരു ഇവിടെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയ്ക്ക് തന്നെ കാണാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം പോലും ഈ ഏരിയയിൽ എങ്ങും ഇല്ല. പിന്നെ ഫ്രൂട്ട്സുകൾ അതിൻ്റെ അകത്ത് ആ കാട്ടിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നോക്കുമ്പോൾ ഈ ചെറുതായിട്ട് കാണുന്നെങ്കിലും എല്ലാം വലിയ മരങ്ങളാട്ടോ. കാരണം നമ്മളിവിടെ നല്ല ദൂരത്തിൽ നോക്കുന്നതുകൊണ്ടാണ് അറിയാത്തത്. എല്ലാം വലിയ മരങ്ങളാണ്. വലിയ മലയല്ലേ? ഭയങ്കര പാൽക്കുളമേട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുക ആണല്ലേ. അത് ഏതോ യൂട്യൂബ് വ്യൂവേഴ്സ് വന്ന് അതായത് അനുവാദം ഇല്ലാണ്ട് അതിൻ്റെ അകത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയതിൻ്റെ മൂലം അത് പ്രൊഫിറ്റഡ് ഏരിയ ആക്കി മാറ്റിയേക്കുക. ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പോവാം, പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരാൾക്കും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. പെർമിഷൻ എടുത്തിട്ട് പോകേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ കൂടെ ഒരാൾ ഇവിടെ ഉള്ള ആരും വേണം അറിയാവുന്നവരാണ്. അല്ല ഒറ്റയ്ക്ക് നമ്മൾ പരിചയമില്ലാതെ വന്നിട്ട് കയറാന്ന് വിചാരിക്കരുത്, നടക്കത്തില്ല. പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. കാരണം 2 പേര് വന്ന് 2 ലേഡീസ് ആണെന്നല്ലേ, 2 ലേഡീസ് വന്ന് വണ്ടി ഓടിച്ച് കയറ്റി അങ്ങനെ ആനയുടെ മുമ്പിൽ വന്ന് ചെന്ന് പെട്ടുപോയി. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം അത് പ്രൊഹിബിറ്റഡ് ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ എൻട്രൻസിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത്. അടുത്ത എൻട്രൻസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതുവഴിയാണ് നമ്മൾ ഇതുവഴി ഇപ്പം കാണുമ്പോൾ നമുക്ക് ഓർക്കും ഇവിടുന്ന് നേരെ ചെല്ലാവുന്ന, പക്ഷേ നടക്കൂല. ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് അപ്പുറം ഒരു വഴിയുണ്ട്. അതുവഴിയാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ, മലയിലേക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയാട്ടോ ഇതിനകത്ത് കാണാനായിട്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ആ മലയുടെ വലിപ്പം അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ടെന്ന്. പണ്ട് ഞങ്ങളൊക്കെ രാവിലെ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ചെരുവ് വഴിയാണ് ഇങ്ങനെ ഞങ്ങൾ കയറി പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ചരിവ് കാണാൻ പറ്റും. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഡയറക്റ്റ് കയറി പോകാൻ പറ്റത്തില്ല. അതുപോലെ ചരിവാണ്. ഇങ്ങനെ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര കുത്തനെ കിടക്കണ പാറയാ. പണ്ട് ഇതേ ഭാഗത്തുനിന്ന് ഒരു ആന ഇങ്ങോട്ട് താഴത്തേക്ക് പോകുന്നതാ. ആണോ? അയ്യോ, ആന ചത്തുപോയി. നല്ല ചരിവല്ലേ? ശരിയല്ല. ഇവിടുത്തെ ആരുമായിട്ട് പരിചയമില്ലാത്ത ആരും വന്ന് ഇങ്ങനെ നല്ല പച്ചപ്പാട്ടോ കാണാൻ. നല്ല സൂപ്പർ പച്ചപ്പാണ്. ഏക്കർ കണക്കിന് സ്ഥലമാണ്. നമ്മൾ ഇവിടെ നോക്കുമ്പോഴേക്കും ഒരു മൊട്ടക്കുന്ന് പോലെ തോന്നെങ്കിലും ഏക്കർ എന്ന് വെച്ചാൽ നമുക്കൊരു
ഒരു സ്റ്റേഡിയം പണിയുവാണെങ്കിൽ ഒരു 3 സ്റ്റേഡിയം അതിൻ്റെ അകത്ത് ഒന്നിച്ച് പണിയാം. അതുപോലെയുള്ള ഏരിയ ആണ് അതിൻ്റെ മേളുവശം. മേളുവശത്തായാണ് ലിജിൻ പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ചെറിയ കുറ്റി പുല്ല് നിൽക്കുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. അത് നല്ലൊരു കാടാണല്ലേ. ഭയങ്കര തെരുവയാണ് നമ്മളത് താഴെ വീടുകൾ. താഴെ വശം വീടുണ്ട് കേട്ടോ. താഴെ നിന്ന് കയറി പോകുന്ന വഴിയിലൊക്കെ വീടുണ്ട്. പക്ഷെ മേളോട്ടൊന്നും ഇല്ല. താഴത്തെ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് കാണാൻ പറ്റും അവിടെ ഒരു വീട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യൂ കിട്ടുന്ന രീതിയിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ നിന്നാൽ കുറച്ചുകൂടെ ഒന്ന് നല്ല പോലെ വ്യൂ കിട്ടാൻ. നല്ല വൈഡ് ആംഗിൾ ക്യാമറ വെച്ചാണെങ്കിലാണ് ഈ ഫുള്ള് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ വലിയ ഫ്രണ്ടിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. ഏകദേശം കാണാൻ പറ്റും. വേണ്ട മലയുടെ ആ ഒരു വലിപ്പം. ഇവിടെ ഒരു ആന നിൽപ്പുണ്ടോ? ഉണ്ടോ? എന്തേ ഇവിടെ ഒരു ആന നിൽപ്പുണ്ട്. പയ്യ അനങ്ങുന്നതാണ്. അത് മൊബൈൽ ക്യാമറയുടെ അത് തന്നെ മൊബൈൽ ക്യാമറ നോക്കിയതുകൊണ്ട് ആ കാടിൻ്റെ അടുത്തല്ലേ. അവിടെ ഒരു ആന നിൽപ്പുണ്ട്. മൊബൈൽ ക്യാമറ നമുക്ക് എത്ര രീതികൾ അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് ഇവിടെ ഒരു ആന നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ. അനങ്ങുന്ന അറിയാൻ പറ്റും. കാണാമോ? ചെറുതായിട്ടേ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ വലിയ പ്രശ്നങ്ങൾ വരത്തില്ലേ ഈ വഴി ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക്? പോകുമ്പോ നമ്മള് അതിന്റെ കൺമുമ്പിൽ പെടാണ്ട് പോണം. അതിന് ആനയ്ക്ക് മണം അടിച്ചറിയാൻ പറ്റത്തില്ലേ? അറിയാൻ പറ്റും. അങ്ങനെ ഉപദ്രവിക്കാൻ വരത്തൊന്നുമില്ല. ഇല്ല. പക്ഷെ നമ്മള് സൂക്ഷിച്ചും കണ്ടും പോകുക എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുൻവശം പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഇത്രയും കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ പറ്റി. ഇതിൻ്റെ മുൻവശങ്ങൾ പോകാൻ അവിടെ പറ്റുമോ നോക്കുമെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലൂടെ കാണിച്ചു തരാം. രസകരമായ കാഴ്ചകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം കാടിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നമ്മൾ ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചിട്ടാണ് കേട്ടോ. നമ്മളവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചു. അപ്പോൾ ലിജിൻ ഉണ്ടായിട്ട് കുഴപ്പമില്ല, ഇവിടുത്തെ താമസിക്കുന്നവർക്ക് കയറാം. അപ്പോൾ ലിജിൻ അടുത്ത് താമസിക്കുന്നതായിട്ട് പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു, അകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. ഫോറസ്റ്റ് ഏരിയ ആണ്, ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ. തിക്ക് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിനകത്ത് വേറൊന്നുമില്ല, ഫുള്ളി തിക്ക് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാഴ്ചകൾ കാണാൻ പറ്റുന്ന. കാരണം ഉണ്ടോ ആനയുള്ള കാട് തന്നെയാണ് കേട്ടോ അത്. കാരണം നമുക്ക് ഒരുപാട് അകത്തോട്ട് പോകും തോറും ആനയുടെ ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് മാക്സിമം പറ്റുന്ന വരെ നോക്കിയിട്ട് വരാം. കാണാം. ഈ മരം കണ്ടോ നിങ്ങൾ? കാണുമ്പോൾ തന്നെ മരത്തിൻ്റെ ഹൈറ്റും ഒക്കെ നമുക്ക് ഏകദേശം ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോ കിളികളുടെ കരച്ചിലുകൾ കേൾക്കാൻ പറ്റും. നമ്മളിപ്പോഴേ ഇങ്ങനെ അത് അടുത്തെങ്ങും അങ്ങനെ നമ്മൾ കേൾക്കാത്തൊരു ഉണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും കരച്ചിൽ. ആ ഒരു ഭാഗത്തായിട്ടാണ് കരച്ചിൽ കേൾക്കുന്നത്. കണ്ടോ മരത്തിൻ്റെ ഏകദേശം വണ്ണം നോക്കേ. നമ്മളിപ്പം ഏകദേശം ഞാൻ ഇതിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഈ മരത്തിൻ്റെ ഇതിൻ്റെ വണ്ണം നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ സൈസത്ത് നോക്കി. അത് ഹൈറ്റ് ഇവിടുന്ന് ഉണ്ടോ, ഹൈറ്റ് എത്ര വരെ പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു മരം ഇതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ടോ ആ നിൽക്കുന്നത്. മയിലിൻ്റെ കരച്ചിലല്ല, വേറെ എന്തോ ഒന്ന്. നമ്മുടെ അവിടെയൊക്കെ കുയിൽ കരയത്തില്ലേ, അതിൻ്റെ ഒരു വേറൊരു ടോണാണ്. ഭയങ്കര വൈബ്രേഷൻ, നല്ല ഫ്രീക്വൻസി ഉണ്ട്. നല്ല അങ്ങ് ദൂരെ നിന്നാണ് കേൾക്കുന്നത്. പക്ഷേ നല്ല ഈ ഒരു സൈഡിൽ ഏകദേശം നല്ല രീതി കേൾക്കുന്നുണ്ട്. വലിയ വിഷയമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാടിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. മരങ്ങൾ നിൽക്കുന്ന തന്നെ കണ്ടോ അല്ലേ? കണ്ടോ മറ്റേ ജീപ്പിൻ്റെ പാടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ, ട്രക്കിങ്ങിന് പെർമിഷനോടുകൂടി വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പെർമിഷനോട് കൂടി പോകാറുണ്ട്. കാരണം അല്ലാതെ നമുക്ക് കയറാൻ ഒക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ലിജിൻ്റെ ഒരു കെയർ ഓഫ് ഉണ്ടായിട്ട് മാത്രമാണ് ഇവിടെ കയറാൻ പറ്റിയത്. ഇപ്പം ഇപ്പോൾ അടുത്തുള്ള ആളായതുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. നല്ല കാടാണ് കേട്ടോ. അപ്പം അത് എന്തെങ്കിലും ജീവികളെ കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കുക, ആനയുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പോവുക. അത് തന്നെ, ആനയാണ് മെയിനായിട്ട്. ആനയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് കുറേ ഏരിയ ഇത് പിന്നെ ഇത് എന്നാ കാപ്പി പ്ലാന്റ്, കാപ്പി നമുക്ക് കാടിൻ്റെ എൻട്രൻസിൻ്റെ കുറേ ഏരിയ നമുക്ക് കാപ്പി പ്ലാന്റേഷനാണ്. അതുണ്ടോ കാപ്പികളൊക്കെ നിൽക്കുന്നത്. ഒരു കുറേ ഏരിയ കാപ്പി
ഗവൺമെന്റിന്റെ കാപ്പി പ്ലാന്റേഷൻ സ്ഥലമാണ്. ഇപ്പോൾ കാണാൻ പറ്റും രണ്ട് സൈഡ്, ഈ രണ്ട് സൈഡ് നിൽക്കുന്ന കാപ്പിയല്ലേ? കാപ്പിയ മൊത്തം. അപ്പോൾ ഇത് അത് തന്നെ അല്ലേ? ആ ആണ്ടേ, ഇത് ഉണങ്ങണോ ഇത്? അതിന് പറിച്ച് കൊണ്ട് സ്റ്റോർ. അല്ല, ഇത് വേറെ ലൈറ്റ് മഞ്ഞ കളറുമല്ലോ ആവുമോ പറിക്കാൻ നേരത്തെ? എങ്ങനെ ഇത് പച്ചയാണോ? പച്ച പക്ഷേ കളറൊന്നും ഇല്ല, നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രീതിയാവും. ഇപ്പം നമ്മൾ ശരിക്കും കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇല്ല, കാടിൻ്റെ ഒരു 1/2 പോലും ആയിട്ടില്ല. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ കൂടെ അപ്പുറം പോയെങ്കിലാണ് കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് എത്താൻ പറ്റും. കയറി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എപ്പോഴും ആളനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ കാട്ടുമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ചില സമയങ്ങളിൽ മൃഗങ്ങൾ കാണും. വഴിയൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുക. മൊത്ത വഴി ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ ടെറൈൻ ഈ വഴിയായിരിക്കും. ഈ വഴിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ചെറുതോണിയിൽ നിന്നും തൊടുപുഴയിലേക്ക് പോകുന്നതിന് ഏറ്റവും ഷോർട്ട് കട്ട് വഴിയാണിത്. ഈ വഴി അതായത് എത്ര കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ താഴെയുള്ളതെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റോഡിൽ കൂടെ പോകണമെങ്കിൽ 2.5 മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ടൈം ഉണ്ട്. അല്ല, 60 കിലോമീറ്റർ വരും. 60 കിലോമീറ്റർ വരും. ഇത് 30 ഉള്ളൂ. 30 ആവറേജ് എത്ര ഉള്ളൂ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഏകദേശം 30 കിലോമീറ്ററിന് അടുത്ത് ലാഭിക്കാം. വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ഈ റൂട്ട് ഇല്ല, വരാൻ പറ്റത്തില്ല. കാരണം മൊത്തം ഓഫ് റോഡാണ്. ജീപ്പല്ലേ പോകത്തുള്ളൂ ഈ വഴി? ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇത് ആയിരിക്കത്തില്ല ഇനി അങ്ങോട്ട് പോകും തോറും അല്ലേ? അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും പിന്നെ ഷോളിങ് ഇല്ല. പിന്നെ മൊത്തം കല്ലാണ്. വലിയ പാറയാണ്. പാറ വലിയ പാറയാണ്. അപ്പോൾ കൂടുതലും ജീപ്പ് മാത്രമേ ഈ വഴി പോകത്തുള്ളൂ. ഡ്രൈവ് ജീപ്പ് മാത്രമേ പറ്റുള്ളൂ. നമ്മളൊക്കെ ഒത്തിരി ആൾക്കാർ ഓഫ് റോഡ് പോകുമ്പോഴത്തേക്ക് വലിയ SUV ഒക്കെ കൊണ്ട് വരാറുണ്ട്. കാരണം ചിലപ്പോൾ SUV തന്നെ പോകണമെന്നില്ല, അടി ഇടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഇടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഉണ്ട്. നമ്മൾ നടന്ന് ഏകദേശം കുറച്ച് ഭാഗത്തെത്തി, ഒരു 500 മീറ്റർ നടന്നു തോന്നുന്നു. കിളികളുടെ എല്ലാം കരച്ചിലാക്കാം കേട്ടോ. കഴിഞ്ഞ മഴയത്ത് വീണ മരമാണെന്ന് തോന്നുന്നു ഇത്. വേറെ കാരുണ്ട് കൊത്തിക്കോട്ടും പോയിട്ടുണ്ടില്ലായിരുന്നു. വേറൊക്കെ കയറി എടുത്തേക്കുന്നു. അറുത്ത് മുറിച്ചെടുത്തോണ്ട് പോകാൻ പാടില്ല, കൊത്തി എടുത്തോണ്ട് വേണമെങ്കിൽ പോവാം. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. അങ്ങനെയാണല്ലേ? മരം അറുത്തോണ്ട് പോകാൻ ഒക്കത്തില്ല. ഓക്കെ. എനിക്കത് ഈ ചന്ദനം കടത്തൊക്കെ ആ ഒരു രീതിയൊക്കെ ഉണ്ടായിട്ടായിരിക്കും അല്ലേ? ഫോറസ്റ്റിനെ പിന്നെ കയ്യേറുന്ന ഒരവസ്ഥയായി പോലും. അതെ, മുറിച്ചുകൊണ്ടൊക്കെ പോകാന്ന് പറയുമ്പോഴേക്കും ഇതും പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ എനിക്കൊന്ന് അവിടെ ചോദിച്ചിട്ട് എടുക്കാതിരിക്കും ചെറിയ വിറകൊക്കെ. എടുക്കാം. അവരുടെ ഒരു അനുവാദത്തോടു കൂടിയേ കൊണ്ടാകാൻ പാടുള്ളൂ. അല്ലേ, ചിലപ്പം നമ്മൾ എടുക്കുന്ന സാധാ വിറകായിരിക്കും, ചിലപ്പം നമുക്കെതിരെ കുറ്റം വേറെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് എല്ലാം ചോദിച്ചും കണ്ട് ചെയ്യാവുള്ളൂ. നമ്മുടെ കരച്ചിലുകൾ കേൾക്കാൻ പറ്റും. അപ്പോഴാണ് അടുത്ത് വരുമ്പോഴാണ് കാടിൻ്റെ ഫീലിംഗ് എടുത്ത് വരുന്നത്. ഞാൻ നേരത്തെ ഒരു മരം കാണിച്ചു, നല്ല ഹൈറ്റുള്ള. ഏതാ, എന്ത് പേര്? കാട്ടാല്. കണ്ട, ഇതിപ്പം ചുവപ്പ് കളറിൽ നിൽക്കുന്നത്. അതൊക്കെ പഴുത്ത് റെഡിയായിട്ട് വരുന്നതാണ്. ആണോ? കേടാവുണ്ടല്ലേ? അപ്പോൾ ഈ കളറല്ല വരുന്നത്. വരും. ഉണ്ട്, അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം ഫുള്ള്. നമ്മുടെ എനിക്ക് തോന്നുന്നു മറ്റേ ഇടുക്കി ഗോൾഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ? മറ്റേ ഒരു ജീപ്പ് കുത്തി മറിക്കുന്ന സീൻ. ഇച്ചിരി കൂടെ മാറുമ്പോൾ നമുക്ക് ഇടുക്കി ഗോൾഡ് ഷൂട്ട് ചെയ്തതിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു വഴി ഏകദേശം എനിക്ക് അറിയാൻ പറ്റുന്നത് ഒരു ജീപ്പ് ആന തള്ളി മറിക്കുന്നത്. അത് ഏകദേശം ഇത് ഈ റോഡിന്റെ തന്നെ ഈ വഴിയുടെ ഒരു ഭാഗത്താണ് കേട്ടോ ആന അങ്ങനെ ചെയ്യുന്നത്, കുത്തി മറിക്കുന്ന സീൻ എടുക്കുന്നത്. ഓക്കെ,
നല്ല കൂളിംഗ് അല്ലേ? ഓ ഈ അകത്തോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പായി. കാരണം വെയിലടിക്കുന്നില്ല. വെയിലടിക്കുന്നില്ല, ഫുള്ള് മരം തിങ്ങി തിങ്ങി നിൽക്കും. വേണ്ട ചെളി ചെളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അടച്ച് കാട്ടിൽ ഇന്റർലോക്ക് ഇടാക്കത്തില്ലല്ലോ. ഭാഗ്യം ഉണ്ടെങ്കിൽ തോട്ടാപ്പുഴുവിനെ കാണാം. അല്ലെങ്കിൽ തോട്ടാപ്പുഴു നാട്ടിലെ ഒക്കെ മറ്റുള്ള രക്തം കുടിക്കുന്ന അട്ടയാണോ? അട്ട. ഞങ്ങളിവിടെ തോട്ടാപ്പുഴു എന്ന് പറയും. തോട്ടാപ്പുഴു. ഓക്കെ. പല സ്ഥലങ്ങളിൽ പല പേരാണ്. ഇവിടുത്തെ പേരാണ് തോട്ടാപ്പുഴ. ഇതാണ്ട് ഇതുപോലൊരു ഏരിയയിലാണ് ആന. അത് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ്. ആ ഒരു അരുവിക്ക് വരുന്ന ഇതല്ലേ അത് തന്നെ ആന ജീപ്പ് ഇങ്ങനെ കുത്തി മറിക്കുന്നത്. അപ്പുറം കാണിച്ചു തരാം. ഓക്കെ. നമുക്ക് പറ്റുന്ന സ്ഥലം വരെ നമുക്കൊന്ന് പോയി നോക്കാം. കാട് അടുത്തെത്തിയപ്പോഴത്തേക്ക് ചീവീടിൻ്റെയൊക്കെ കരച്ചിലുകൾ വന്നു തുടങ്ങി. അറ്റിച്ച് കറക്റ്റ് ഒരു ട്രക്കിംഗ് തന്നെ ഇതിലേ. നല്ലൊരു ട്രക്കിംഗ് അനുഭവം കേട്ടോ ഇത്. കണ്ട ഈ മരമൊക്കെ ഏകദേശം ഉണങ്ങി നല്ലപോലെ. ഓ വണ്ണം ഞാൻ നേരത്തെ ഒരു കണ്ട ഇപ്പം ലിജിൻ ഓ നിൽക്കുമ്പോൾ ഉള്ള അടുക്കത്തില്ല. അടുക്ക അതിൻ്റെ പകുതി ഭാഗത്ത് പോലും എത്തത്തില്ല. 3 പേരിട്ടാലും എത്തത്തില്ല. അത്ര വണ്ണമുള്ള മരങ്ങളാട്ടോ ഇതിനകത്ത്. നല്ല വർഷം പഴക്കം കാണില്ലേ? ഹൈറ്റ് കണ്ടോ ആ മരത്തിൻ്റെ? അപ്പോൾ അവരെ രണ്ടുപേരെ മുമ്പിൽ വിട്ടേക്കുക. മയിലുണ്ടോ ലിജിനെ ഇവിടെ? കണ്ടിട്ടില്ല. ഇല്ല, ഈ ഏരിയ ഇല്ലെന്ന് തോന്നില്ലേ? ഇത് കാടിന്റെ ഒന്നും ആയിട്ടില്ലല്ലോ. ഇല്ല, ആയിട്ടില്ല. കാടിന്റെ ഒന്നും ആയിട്ടില്ല. ഇത് കാട് ശരിക്കും കാട് കിലോമീറ്റർ കിടക്കുക. മ്ലാവ് കാണുമല്ലോ. പ്ലാവൊക്കെ ഉണ്ട്. എല്ലാം അങ്ങ് ഉൾക്കാട്ടിലോട്ടായിരിക്കും. ഇതിപ്പോൾ ഏകദേശം പാറയല്ലേ ഈ താഴെ? ഇപ്പം പാറയാണ് കേട്ടോ. നമ്മൾ പോകുന്ന പാറയിൽ കൂടാണ് ഇപ്പോൾ പോകുന്നത്. ഫുൾ പാറ കേട്ടോ. തെറ്റലുണ്ട് കേട്ടോ. തെറ്റലുണ്ട്, വാഴയുണ്ട്. കേട്ടില്ല. അതാണ്ട ഇവിടാണ് കേട്ടോ ഷൂട്ടിങ്. ആ ജീപ്പ് കുത്തി മറിക്കുന്ന സീൻ ദാ ഇവിടെ ആയിട്ടാണ്, ഇടുക്കി ഗോൾഡിലെ. ഇതേ ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് അവിടെ ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു മലയുടെ മേളിൽ കാട്ടരുവിയാണ്. ഇത് നല്ല ശുദ്ധമായ വെള്ളം വന്ന കാട്ടരുവിയാണ് കേട്ടോ ഇത്. വെള്ളത്തിനൊന്നും ഒരു ഇതും ഇല്ലാത്ത നല്ല ഔഷധ ഗുണമുള്ള നല്ല തെളിഞ്ഞ വെള്ളം. വെള്ളം ആ വഴി വെള്ളം പോകുന്നുണ്ട്. നമുക്കൊരാൾ ആ പോകുന്ന ഒരാള് കാടിന്റെ മക്കളാണ്. മക്കള് പെട്ട ഒരാളാണ്. അതെ, അവർക്ക് സ്വന്തമാണ് കേട്ടോ ഈ കാട്. അതെ. ഇവിടെയൊക്കെ വഴിയുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങോട്ടുള്ള വഴിയാണ്? ഇതൊക്കെ ചുമ്മാ ഈ ഇത് ഏലക്ക എടുക്കാൻ വേണ്ടി ജീപ്പുകളൊക്കെ വന്നു. ഓ ഇപ്പൊ ഇത് കൃഷി ചെയ്തേക്കുന്ന ഇങ്ങനെ ഫോറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇവിടെ? ചെയ്ത സർക്കാരിൻ്റെയാണ്. ഗവൺമെൻറ്റിൻ്റെ ആണത്. ഓക്കെ. നമുക്ക് ലിജിൻ മേടിച്ചു തന്നെ കേട്ടോ. ഇതിൻ്റെ പേരെന്തോ ഇവിടുത്തെ? പപ്പടവട. നമ്മുടെ അവിടെ ഇതൊക്കെ തന്നെ പറയുന്നല്ലേ? ഇതിന് കളറിൽ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ നമ്മൾ നല്ല ചോപ്പിൽ കിട്ടും. എരിയും കൂടെ ചേർത്ത്. ഇത് പക്ഷേ നല്ല ലൈറ്റ് മഞ്ഞ കളറാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ലിജിൻ മേടിച്ചു തന്നെ കേട്ടോ. കാട്ടിൽ പോകുമ്പോൾ വിശക്കുന്ന കാരണം
ലിജിൻ മേടിച്ചു തന്നെ രണ്ടുപേരുടെ പതുക്കെ പതുക്കെ തിന്നുകൊണ്ട് കിടക്കുന്നു. പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ തിരിച്ചു നമ്മൾ തിരിച്ചു കൊണ്ടുപോകും കേട്ടോ. അതുപോലെ ആവണം നിങ്ങളും. നമ്മൾ ആര് വന്നാലും പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നാൽ അത് തിരിച്ച് അതേപോലെ കൊണ്ടുപോകും. എവിടെ ഇടലേ. ഇതിപ്പോൾ നാളുമ്പോൾ വേണ്ട ഒരു കാട്ടരി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന് സംശയം ഉണ്ടെങ്കിൽ വേണ്ട ലിജിനെ നോക്കിയാൽ മതി. ആ വെള്ളം എടുത്ത് എന്താ കുടിക്കുന്നുണ്ട്. അത്ര പ്യുവറാണ് കേട്ടോ. കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം. അതുകൊണ്ട് നമ്മുടെ മിനറൽ വാട്ടർ കുപ്പി മേടിക്കുന്നതിനെക്കാട്ടി നല്ല വെള്ളമാണ്. ശുദ്ധജലം. നമ്മൾ എന്താ നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ക്ലിയർ ഇതാണ്ട് ഈ ഒരു എന്താ നല്ല ക്ലിയറായിട്ട് അറിയാൻ പറ്റും. പാറയുണ്ട്. മീൻ ഓടുന്നുണ്ട് കേട്ടോ അതിനിടയിൽ കൂടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പപ്പടവട തിന്നുന്നതിൻ്റെ സൗണ്ട് ആട്ടോ കേൾക്കുന്നത്. എന്താ വെള്ളത്തിൻ്റെ സൗണ്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ ഈ മരത്തിൽ കാണുന്നുണ്ട് കേട്ടോ. ഈ മണ്ണിരിക്കുന്ന കണ്ട അറിയാൻ പറ്റും. ഇത് ആന വന്ന് ഉരയ്ക്കുന്ന കേട്ടോ. ദേഹം ഇട്ട് ഉരയ്ക്കുന്നതിൻ്റെയാണ് ഈ പാട് വരുന്നത്. ഉണ്ടോ? അതായത് ഇവിടം വരെയൊക്കെ ആന വരും അല്ലേ ലിജിനെ? ഇതിപ്പോൾ എങ്ങനെ ചൂട് സമയത്താണോ ഇറങ്ങുന്ന ആന, അതോ ഇങ്ങോട്ടൊക്കെ വരുന്നത്, അതോ തണുപ്പ് സമയത്താണോ? വെള്ളം അന്വേഷിച്ച് വരും. ഓക്കെ. അപ്പോൾ വെള്ളമൊക്കെ പറ്റുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി തുടങ്ങും ആന. നമ്മൾ ആദ്യം തന്നെ പാൽക്കുളമേട് മല കണ്ടപ്പം നമ്മൾ കണ്ടല്ലേ ഒരു ചെറിയ നൂല് പോലാണ് ഇപ്പോൾ വീഴുന്നത്. മറ്റേത് നല്ല ശക്തിക്ക് വീഴില്ലേ? അപ്പോൾ അതിൻ്റെ താഴെയുള്ള വീടുകളിലൊക്കെ വെള്ളം കയറത്തില്ലേ? വെള്ളം പോകാനുള്ള സാധ്യതകളുണ്ട്. ഉണ്ട്. ഇതാണ് തോട്ടാപ്പുഴു. ഇതാണ് തോട്ടാപ്പുഴു. ഇതാണ്ട ലിജിൻ്റെ കാലേ തന്നെ അത് കടിച്ചു കേട്ടോ. ഇതാണ്ടേ. അയ്യോ കടിച്ചങ്ങ് ഇരിക്കുവോ? ഇതുണ്ടോ? ഇല്ല ഇതിനകത്ത് കാണിച്ച്. കുഴപ്പമില്ല, അങ്ങനെ ഉണ്ട്. ഇതാണ് കേട്ടോ തോട്ടാപ്പുഴു. ഇതായിരിക്കുന്ന ആള്. ഇതാണ് തോട്ടാപ്പുഴു. നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ മേളെ 1.5 കിലോമീറ്ററോളം അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ സൈഡിലായിട്ട് ഫോറസ്റ്റ് ഓഫീസായിരുന്നു പണ്ടത്തെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോൾ ഉപയോഗത്തിലില്ല, പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ആന എനിക്കൊന്ന് ആനയൊക്കെ തല്ലി പൊളിക്കുന്നതായിരിക്കും അല്ലേ? ആണ്. ഉണ്ടോ? ആ സൈഡിൽ അറിയാൻ പറ്റും. മേൽഭാഗത്ത് മരവും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോലൊക്കെ ഈ സൈഡിലൊക്കെ നല്ല ആനയുടെ വരക്കമുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ വന്ന വഴി കേട്ടോ. അവിടുന്ന് വന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് ഈ ഫോറസ്റ്റ് ഓഫീസ് കണ്ടത്. അപ്പോൾ ഇവിടെ ഇല്ലല്ലോ ഫോറസ്റ്റിൻ്റെ? ഇല്ല. ഇനി വേണ്ട ഇവിടുന്ന് അടുത്തോട്ടാണ് അകത്തേക്ക് പോകുന്നത്. ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ഇപ്പോൾ വേറെ ഓഫീസ് വർക്കൊന്നും. ഇതെന്ത് കായ? ആ കായ എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അത് തന്നെ. ഇത് ലിജിന് ഏകദേശം വശമില്ല ഈ കായ കണ്ടിട്ട്. കാപ്പിക്കുരുമല്ല. അല്ല, ഇതൊരു വലിയ മരം പോലെ ഇരിക്കില്ല ഇത്. മുട്ടൻ മരം കേട്ടോ അത്. ഉണ്ട് ഏകദേശം വലിയ മരം തന്നെ. നമ്മൾ വന്ന വഴിതോ അത്രയും കയറി വന്ന നമ്മൾ കേട്ടോ. പിന്നെ ഇവിടുന്ന് ഈ വഴിയാണ് പോകേണ്ടത്. ഉണ്ട് അവിടെ നല്ല അവിടെ ഒഴുക്കുണ്ടോ അവിടെ വെച്ച്? വീണ്ടും അവിടെ തന്നെ 2 കട്ട അടിച്ചു. ആണോ? അതാണ്ട് അടുത്ത അട്ടയുടെ പേരെന്തായിരുന്നു? തോട്ടാപ്പുഴു. അതാണ്ടേ 2 എണ്ണം കടിച്ചിട്ടുണ്ട് ലിജിനെ വീണ്ടും. അയ്യോ എടുത്ത് കളയേ എന്നാൽ പോകില്ലത്. അയ്യോ അതാണ്ട് ഇടയ്ക്ക് വീണു വീണ്ടും. എൻ്റെ കാലിയോ ഇപ്പോൾ ഒരെണ്ണം കയറിയോ? എടുത്ത് കളഞ്ഞു. ഷൂ നോക്കണേ, ഷൂവിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. ഉമ്മാണിയിലൊക്കെ കയറി. താണ്ട് എൻ്റെ കാലിലുണ്ട്. ഉണ്ടാവൂടെ കയ്യെ നോക്കി. അയ്യോ കയ്യിൽ അങ്ങനൊന്നും തട്ടിക്കാട്ടാണ്. പോവില്ലടാ. അടുത്ത് അതാ പറ്റുള്ളൂ. ഇഷ്ടം പോലെ കാണും നിന്റെ കാലിൽ. ഞാൻ ഇത്ര നേരം നോക്കിയില്ല. എൻ്റെ കയ്യിൽ ഷൂലായിരുന്നേ. ഇവിടെ കാലിലെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അറിയാത്തതാണ്. അയ്യോ 2 ഉണ്ടോ?
നമ്മുടെ കാലെല്ലാം കടിച്ചിട്ട് ഇതാ അടുത്തത്. അങ്ങനെ കയറി കയറി പോകും. ആണ്ട്രാ കാലില് മേളോട്ട് നോക്കേ ഉണ്ടാ. അയ്യോ അപ്പൊ മൊത്തം കാണും കാലിൽ കേട്ടോ. ഇതിങ്ങനെ കയറി കയറി അങ്ങ് പോവാട്ടോ മേളോട്ട്. ഇതാ കാണാൻ അടുത്ത് എൻ്റെ കാലില് ഇതാ അടുത്ത ഷൂല്. ഇല്ലില്ല അതല്ല. അയ്യോ ഇപ്പുറത്തെ കാലത്ത് ഉറക്കം അവിടെ നിന്ന് മാറാം, അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ടാവും. നമ്മളെ മണം അടിച്ചത് മൊത്തം പൊതിഞ്ഞ്. അയ്യോ എന്നെ പൊതിഞ്ഞ് വെച്ചേക്കാന്നോ. ഇനി മേളോട്ട് നോക്കട്ടെ വല്ലതും ഉണ്ടോന്ന്. നീ മാറ്, അവിടെ നമ്മൾ വെച്ചേക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഫോറസ്റ്റിൻ്റെ പഴയ എന്തോ ഒരു സ്ഥാപനം ആവാം. പിന്നെ ഒരു തുളകണ്ണംപാറ എന്ന് പറഞ്ഞൊരു പാറ കാണാനാണ് പോകുന്നത്. കാരണം ഒരു മലയ്ക്ക് കുറുകെ ഒരു വലിയൊരു ഹോളുണ്ട്. അതാണ് പോകുന്ന വഴിക്ക്. അല്ല നമുക്ക് അടുത്ത് ഇരുന്ന് കാണാൻ പറ്റത്തില്ല, ഇച്ചിരി ദൂരെയാണ്. ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. പാർക്ക് കുറുകെ ഒരു തുളയുണ്ട്, അതിനാണ് തുളകണ്ണംപാറ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഐതിഹ്യമുണ്ട്, അതായത് പണ്ട് ഭീമൻ ചവിട്ടിയ കാൽപ്പാടാണെന്ന് പറയുന്ന ഒരു ഐതിഹ്യത്തിലെ ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ കാണാൻ പോകും. അത് നമ്മൾ പോകാൻ വഴിയാ. കാൽപ്പാടാണോ? ഒരു കാൽപ്പാട് ഭീമൻ ചവിട്ടിയതാണെന്നാണ് പറയുന്നത്. ഓക്കെ അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്നാണ് നമ്മുടെ മഴ നമ്മളെ ചതിച്ചു കളഞ്ഞു. മഴ, തോട്ടപ്പുഴ ഭയങ്കരം. പുഴു ഒരു രക്ഷയില്ല കേട്ടോ. വീണ്ടും നമ്മുടെ കാലയിൽ കയറി വരികയാണ്. ഇപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത 1.5 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത തറായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത തറായി മറ്റേ ഭീമൻ ചവിട്ടി കാൽപ്പാട്. ഓക്കെ, അത് ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടോ? ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ട്. മനോരമ ന്യൂസിനകത്താണോ അതെയോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്തി. ഇപ്പോൾ ലിജി നേരത്തെ പറഞ്ഞ ഭീമൻ ചവിട്ടിയ കാൽപ്പാട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയ കുളം പോലെ ഉണ്ട്. ഇവിടെ വെള്ളം കുടിക്കാൻ വരുമായിരിക്കും. ആമ കണ്ടായിരുന്നു. ഇപ്പം ആമ ഉണ്ടായിരുന്നോ? താന്നുപോയി. ആന വെള്ളം കുടിക്കാൻ വരും ഇവിടെ. ആനയൊക്കെ വെള്ളം പക്ഷേ ഈ വെള്ളം പറ്റിപ്പോവും. എന്നാലും ചില സമയങ്ങളിൽ ആന ഒന്ന് കുടിക്കുന്ന വെള്ളം. ഓഹോ. ഈ മലയുടെ മുകളിൽ എപ്പോഴും ആന കാണാൻ 80% ചാൻസ് ഉള്ളൊരു മലയാണെന്നാണ് പറയണത്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ ഇവിടെ വെച്ചാണ് ആനനെ കണ്ടത്. ഞങ്ങൾ പണ്ട് ഇതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട് കേട്ടോ, ഏറ്റവും ടോപ്പിൽ. ഇപ്പം നമ്മൾ അപ്പുറത്ത് നിന്നപ്പോൾ ചെറുതായിട്ട് കണ്ടത് ഈ മല തന്നെയല്ലേ? ഈ മല തന്നെ. ഇതിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ ആനയെ കണ്ടത്. ചെറിയ രീതിയിൽ വീഡിയോയിൽ കിട്ടി കാണാൻ വഴിയില്ല. നമ്മുടെ പാക്കുളം മേട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് കുറച്ചേക്ക് ചെല്ലുമ്പോഴേക്ക് രണ്ടായിട്ട് തിരിയുന്നുണ്ട്. നേരെ തൊടുപുഴയ്ക്ക് പോകുന്നത്, കഴുതപ്പാറ തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണ് ഒന്ന് നേരെ പാൽക്കുളം മേട്ടിലേക്ക് പോകുന്ന വഴി. ഓക്കെ. ഇവിടെ ആനപ്പിണ്ടം കാണാൻ പറ്റും കേട്ടോ. കാരണം ഇതിപ്പം ഏകദേശം ഒരു 2 ദിവസത്തോളം പഴക്കം കാണത്തോളം എന്നാണ് ലിജിയും പറഞ്ഞത്. ഒരു സൈഡ് ആനക്കും കേൾക്കുന്നുണ്ട്. 2 ദിവസം അതിന് മേളിൽ അറിയാൻ പറ്റില്ല. എത്ര ദിവസം കാണും? ആണ് എനിക്കൊന്ന് മഴ പെയ്തുകൊണ്ടാണ് തോന്നി നനവ് കാണുന്നില്ലേ. പഴക്കമുള്ളതാണ്, എന്നാലും അധികമായി കാണത്തില്ല. ഒരു 1-2 ആഴ്ചയിലേ കാണത്തുള്ളൂ. ഇതാണ് മലയെണ്ണ. എന്തോരം തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. കയ്യിൽ എന്തോ കായാണ്ട് ഇരിപ്പുണ്ട്. നല്ല സൈസാട്ടോ, ഹെവി സൈസ്. നമ്മുടെ നാട്ടിലൊരു 5-6 എണ്ണൻ്റെ സൈസ് ഉണ്ട്. വാലും ഒക്കെ നീളം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കാട്ടിലോട്ടുള്ള യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങുക അല്ലേ? ഇറങ്ങുക. കാരണം ഇനി ഒരുപാട് അങ്ങ് പോയാലും ശരിയാവത്തില്ല. മഴ ഉണ്ട്. ഇപ്പോൾ നല്ല കോടയും ഇറങ്ങി തുടങ്ങി അകത്തോട്ടുണ്ടോ, കാട്ടിനകത്ത്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് നിർത്താം. അടുത്ത പ്രാവശ്യം നമുക്ക് ട്രക്കിങ്ങിന് പോകുമ്പോൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം മൊത്തം. അല്ലേ? അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്തൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണാം.